വെൽക്കം ബാക്ക് ടു Onevestor. ഞാൻ എൻ്റെ പ്രീവിയസ് 2 വീഡിയോസും റിയൽ എസ്റ്റേറ്റിൻ്റെ 2 എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. സോ എനിക്ക് തോന്നുന്നു റിയൽ എസ്റ്റേറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പറയാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും ഈസി ആണെന്ന്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ലിസ്റ്റഡ് കമ്പനിയെ നമുക്ക് എങ്ങനെ വാല്യൂ ചെയ്യാമെന്നുള്ളതാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് വീഡിയോയിൽ നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രി പ്രൈസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിരുന്നത്. സോ അതിൻ്റെ ഞാനൊരു റബ്ബർ പ്ലാന്റേഷൻ്റെ എക്സാമ്പിളാണ് യൂസ് ചെയ്തിരുന്നത്. അതായത് നമ്മളൊരു റബ്ബർ തോട്ടം വാങ്ങിക്കുമ്പം അതിന് കൊടുക്കുന്ന പ്രൈസും അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അതായത് എന്തുകൊണ്ടാണ് ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ലോങ് ടേമിലായിട്ടും കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് അതിന് ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. സോ അഗെയിൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ലിസ്റ്റഡ് കമ്പനിയെ നമുക്ക് എങ്ങനെ വാല്യൂ ചെയ്യാമെന്നുള്ളതാണ്. വാല്യൂ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് ഫെയർ ആണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമ്പിളിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ്, അല്ലാതെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം HDFC ബാങ്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2200 റുപ്പീസാണ്. പക്ഷേ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 6 lakh crore റുപ്പീസാണ്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ ഇൻറ്റു അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് ആ കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് വേറൊരു ലാംഗ്വേജ് പറയുകയാണെങ്കിൽ HDFC ബാങ്കിൻ്റെ എല്ലാ ഷെയറും, അതായത് അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ ഷെയർസും നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണമെന്നുള്ളതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ഫെയർ പ്രൈസ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ്, ഒരു വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റ് ഇൻറ്റു 10 times ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസിൻ്റെ ആണെങ്കിൽ ഒരു ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 crore ആണെങ്കിൽ ആ 10,000 crore ഇൻറ്റു 10 times, അതായത് 1 lakh crore ആയിരിക്കും ആ കമ്പനിയുടെ ഒരു അട്രാക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. സോ അതായത് ആ ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കറക്റ്റ് ചെയ്യുകയോ താഴുകയോ ചെയ്യുമ്പോഴത്തേക്ക് ക്രാഷ് ചെയ്യുകയോ ചെയ്യുന്നിട്ട് അവരുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എപ്പോൾ 1 lakh crore ആവുന്നു അപ്പോഴായിരിക്കും ആ കമ്പനി അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ചീപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതെപ്പോഴും അങ്ങനെ സംഭവിക്കത്തില്ല. മാർക്കറ്റിൽ ഒരു ക്രാഷ് വരുമ്പോഴേ അങ്ങനെയൊക്കെ അത് സംഭവിക്കത്തുള്ളൂ. നല്ല കമ്പനീസിൻ്റെ വാല്യൂ ഇങ്ങനെ താഴത്തുള്ളൂ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്കമിങ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റബ്ബർ പ്ലാന്റേഷൻ ആണ്. സോ നമുക്ക് അസ്യൂം ചെയ്യാം 1 acre റബ്ബർ തോട്ടത്തിന് ഏകദേശം 30 ലക്ഷം രൂപയാണ് ഫെയർ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം 1 acre റബ്ബർ തോട്ടത്തിൽ നമുക്ക് ഏകദേശം 3 ലക്ഷം രൂപ ആനുവലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. റബ്ബറിൻ്റെ പ്രൈസ് 150 രൂപ അറൗണ്ടിലാണെങ്കിൽ. അതുപോലെ റബ്ബർ പ്ലാന്റേഷനെ പറ്റിയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റബ്ബർ 7 വർഷമേ കണ്ടിന്യൂസ് ആയിട്ട് വെട്ടാനൊക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും ഒന്നുകൂടെ നട്ട് പിടിപ്പിച്ചിട്ട് മാത്രമേ അത് പിന്നെയും നമുക്ക് വെട്ടാനൊക്കത്തുള്ളൂ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 acre റബ്ബറിന് 30 ലക്ഷം രൂപയെന്ന് പറയുന്നത് അത് വെട്ടാൻ തുടങ്ങിയ റബ്ബറാണ്. അപ്പോൾ വെട്ടി 7ാം വർഷം ആയി കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന 30 ലക്ഷം രൂപ ആയിരിക്കത്തില്ല അതിൻ്റെ വാല്യൂ. ചിലപ്പോൾ അതിൽ 15 ലക്ഷം രൂപ, ചിലപ്പോൾ 20 ലക്ഷം, എത്രയാണെന്ന് വെച്ചാൽ അത്രയും കാണാം. ആ ലാൻഡിൻ്റെ വാല്യൂ മാത്രമേ ഇപ്പോൾ മെയിൻലി വരത്തുള്ളായിരിക്കും. സോ ഇനി നമുക്ക് അസ്യൂം ചെയ്യാം നിങ്ങളിപ്പോൾ ഒരു റബ്ബർ തോട്ടം വാങ്ങിക്കാൻ പ്ലാൻ ഇട്ടുണ്ടെന്ന് വെച്ചോ. സോ നിങ്ങൾക്കപ്പം ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു 1 acre റബ്ബറിന് ഏകദേശം വെട്ടാൻ തുടങ്ങുന്ന ഒരു റബ്ബർ തോട്ടത്തിന് ഏകദേശം 30 ലക്ഷം രൂപയാണ് 1 acre എന്നുള്ളത്. സോ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി കാണാൻ തുടങ്ങി. അപ്പം ചിലയിടത്ത് ചെന്നപ്പോൾ 1 acreന് അവർ 30 ലക്ഷമാണ് ചോദിച്ചത്, ചിലയിടത്ത് 25 ലക്ഷമാണ് ചോദിച്ചത്, ചിലയിടത്ത് 50 ലക്ഷമാണ് ചോദിച്ചത്, ചിലയിടത്ത് 40 ലക്ഷമാണ് ചോദിച്ചത്. സോ നിങ്ങൾ അതിൽ നിന്ന് ഏതാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ കാണാൻ പോയ തോട്ടങ്ങളെല്ലാം തന്നെയും റബ്ബർ തന്നെയാണ്, പക്ഷേ പ്രൈസ് ആണെങ്കിൽ 30, 35, 40 അങ്ങനെ വരികയും ചെയ്തു. സോ അപ്പം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? നിങ്ങൾ അവിടെ തോട്ടം കാണാൻ പോയിട്ട് അതിൻ്റെ അകത്ത് പ്രൈസ് എന്തുകൊണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലാണെന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ആദ്യം പോയി കണ്ട സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ 30 ലക്ഷം രൂപയാണ് അവർ ചോദിച്ചത്. അവിടെ 1 acre റബ്ബറിൽ റബ്ബർ മാത്രമേ ഉള്ളൂ, വെട്ടാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ രണ്ടാമത് കാണാൻ പോയ റബ്ബർ തോട്ടത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 35 ലക്ഷം രൂപയാണ്. പക്ഷേ അത് നിങ്ങൾ കാണാൻ പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതെന്ന് പറയുന്നതും വെട്ടാൻ തുടങ്ങിയ റബ്ബർ തന്നെയാണ്, പക്ഷേ അവിടെ ഒരു 10 തേക്കിൻ്റെ മരങ്ങളും കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് ആ മരത്തിൻ്റെ വാല്യൂവും കൂടി ഇടും. അപ്പോൾ നിങ്ങൾ ആദ്യം കാണാൻ പോയ റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ അവിടെ 1 acre റബ്ബറിൽ അത് മാത്രമേ ഉള്ളൂ വെട്ടാൻ സ്റ്റാർട്ട് ചെയ്ത റബ്ബർ. രണ്ടാമത് പോയതും നിങ്ങൾ വെട്ടാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, പക്ഷേ അവിടെ 10 തേക്കിൻ്റെ മരമുണ്ട്. ആ മരത്തിന് ഏകദേശം 1 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു മരത്തിന് കിട്ടും. അപ്പം 10 ലക്ഷം രൂപയുടെ തടിയുണ്ട് ആ തോട്ടത്തിൻ്റെ അകത്ത്. അതാണ് ഈ 2 തോട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളപ്പോൾ അതിൽ നിന്ന് ഏതായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്? ആദ്യം കാണാൻ പോയതിന് 30 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത്, രണ്ടാമത് കാണാൻ പോയതിന് 35 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷേ അവിടെ 10 ലക്ഷം രൂപയുടെ മരമുണ്ട്. അപ്പം നമ്മുടെ രണ്ടും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ശരിക്കും അട്രാക്റ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് കാണാൻ പോയതായിരിക്കും. റബ്ബറിൻ്റെ പ്രൈസ് സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ പ്രൈസ് നോക്കുമ്പോഴത്തേക്ക് 5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിലെല്ലാം ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ 1 acre റബ്ബറിൻ്റെ ഫെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 30 ലക്ഷം രൂപയാണെന്നും അതുപോലെ 1 കിലോ റബ്ബറിന് മാർക്കറ്റ് പ്രൈസ് അറൗണ്ട് 150 രൂപയാണെന്നുള്ളതാണ്. സോ ഇനി ഈ 150 രൂപ എന്നുള്ളത് 100 ആകുമ്പോൾ എന്ത് സംഭവിക്കും, 300 രൂപ ആകുമ്പം എന്ത് സംഭവിക്കും?
അതായത് നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഇപ്പം ഒരേക്കർ റബ്ബറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 ലക്ഷം രൂപയാണ് അതിൻ്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. റബ്ബറിൻ്റെ വില 150 നിന്ന് 300 രൂപയാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻകം അവിടെ 6 ലക്ഷം രൂപയായി. അതുപോലെ 150 നിന്ന് 75 രൂപയാണ് റബ്ബറിന് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ആ 3 ലക്ഷത്തിൻ്റെ പകുതിയായി, അതായത് 1.5 ലക്ഷം രൂപയായി. അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇപ്പം 3 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ആനുവൽ റവന്യൂ എങ്കിൽ, അല്ലെങ്കിൽ ആനുവലി നിങ്ങൾ ആ റബ്ബർ തോട്ടത്തിൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങളൊരു റബ്ബർ തോട്ടം വാങ്ങിച്ചാൽ ഏകദേശം 10 വർഷം കൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടും. പക്ഷേ ഇപ്പം റബ്ബറിൻ്റെ വില പകുതി ആകുമ്പോഴത്തേക്ക് ഇപ്പം 150 രൂപയിൽ നിന്ന് 75 രൂപ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ 10 പോരാ 20 വർഷം വേണ്ടി വരും നിങ്ങളുടെ പ്രൈസ് തിരിച്ചു പഠിക്കാനായിട്ട്. അതുപോലെ ഇപ്പം റബ്ബറിൻ്റെ പ്രൈസ് ഇപ്പം 150 നിന്ന് 300 രൂപ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം മതി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടാനായിട്ട്. ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത് പറയുന്നത്. നമ്മൾ കാണുന്ന സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ലോങ് ടേം പൊട്ടൻഷ്യൽ എന്താണോ അതിനനുസരിച്ചായിരിക്കും റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വെരി ഷോർട്ട് ടേമിൽ, അതായത് ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേമിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നും നാളെയും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമുമായിട്ടല്ല ശരിക്കും ബന്ധമുള്ളത്, അതിൻ്റെ ലിക്വിഡിറ്റി ആയിട്ടാണ്. അതായത് ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് കയറും, അത് വാങ്ങിക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് താഴുകയും ചെയ്യും. അതായത് പ്യുവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലാണ് ഷോർട്ട് ടേമിൽ ഒരു സ്റ്റോക്ക് പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലോങ് ടേമിൽ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പൊട്ടൻഷ്യൽ എന്താണോ, ആ കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടോ അതനുസരിച്ചായിരിക്കും ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ആവുന്നു എന്നുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻഫോസിസിൻ്റെ കാര്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ഇൻഫോസിസിൻ്റെ കമ്പനി ആനുവലി ഏൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10,000 crore ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിപ്പം നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആളിപ്പം ഒരു പൊട്ടൻഷ്യൽ അതിൻ്റെ അകത്ത് കാണുന്നുണ്ടെങ്കിൽ ആ 10,000 കോടി ഉള്ളത് ലോങ് ടേമിലത്തേക്ക് 20,000 കോടി ആവും, അല്ലെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് 20,000 കോടി അവർ എത്തിക്കുമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇൻഫോസിന് ഇന്നത്തെ 5 വർഷം മുൻകൂട്ടി കണ്ടിട്ട്. നമ്മളിപ്പം റബ്ബറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. ഇനി ഞാൻ റബ്ബർ പ്ലാന്റേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വിട്ടിട്ട് ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് വരാം. ഞാനിപ്പം അതിന് സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് HDFC ബാങ്കിൻ്റെ സ്റ്റോക്കാണ്. സോ നിങ്ങൾക്ക് അവരുടെ ചാർട്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കുമ്പോൾ കാണാൻ പറ്റും 2008 ക്രാഷിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് HDFC ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 45,000 crores ആയിരുന്നു. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 45,000 crore ആയിരുന്നു. അവരുടെ ആ സമയത്ത് അപ്പം ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,250 crores ആയിരുന്നു. അതായത് അന്നാണെങ്കിൽ അവരുടെ ആ 45,000 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആനുവൽ പ്രോഫിറ്റിൻ്റെ 20 times ആയിരുന്നു. അപ്പം അന്നത്തെ ഫെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു 10 times ആണ് ഫെയർ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ HDFC ബാങ്കിനപ്പം അന്ന് ആ 2,250 crores ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പനിയുടെ 10 times എന്ന് പറഞ്ഞാൽ 22,000 crores സംതിങ്ങേ വരത്തുള്ളൂ. അതായത് ആ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിക്ക് ആ ഒരു ലെവലിലോട്ട് അങ്ങനെ വരത്തില്ല. അപ്പം അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതിപ്പം അന്ന് 2008 45,000 crore ആയിരുന്നു HDFC ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇന്നിപ്പം 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 2019 HDFC ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 6 lakh crore ആണ്. അപ്പം അതേ സമയത്ത് അതിങ്ങനെ വരുന്നു. അതിപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു 2,250 crore ആയിരുന്നു HDFC ബാങ്കിൻ്റെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇന്നത് 22,500 crores ആണ്. അതായത് ഈ 10 വർഷം കൊണ്ട് 10 ഇരട്ടിയാണ് അവരുടെ പ്രോഫിറ്റ്സ് കൂടിയിരിക്കുന്നത്. സോ ആ പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് അന്ന് 10 times-നോ 15 times-നോ HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് നമുക്ക് കിട്ടാത്തത്. അന്ന് നമുക്ക് 20 times കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ചാടിക്കയറി അത് വാങ്ങിക്കത്തില്ലായിരിക്കും. ഒരു ICICI ബാങ്കോ SBI ആയിരിക്കും ആ സമയത്ത് പോയി വാങ്ങിക്കുന്നത്. പക്ഷേ HDFC ബാങ്ക് വാങ്ങിച്ചവർക്ക് ആ റിസ്ക് എടുത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിൻ്റെ റിസ്ക് എടുത്ത് വാങ്ങിച്ചവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ ഞാൻ ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനല്ലാന്ന്. ഇനി ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ HDFC ബാങ്കിൻ്റെ എക്സാമ്പിൾ ഞാൻ മാർക്കറ്റ് പ്രൈസും കൂടെ ഞാൻ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. അതായത് HDFC ബാങ്കിന് ഇപ്പം എക്സാമ്പിൾ 100 crore ഷെയർസ് ആണ് ടോട്ടൽ ഉള്ളതെന്നുണ്ടെങ്കിൽ 2008 അതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 450 രൂപ ആയിരുന്നിരിക്കും. അപ്പം 2019 എത്തിയപ്പോഴത്തേക്ക് ആ കമ്പനി 45,000 crore വാല്യൂ ഉണ്ടായിരുന്ന കമ്പനി ഇന്ന് 6 lakh crore എത്തിയിട്ടുണ്ട്. സോ ഇപ്പം സ്റ്റോക്ക് പ്രൈസ് 450 എന്നുള്ളത് ഇപ്പം 6,000 ആയേനെ. ഈ 6,000 എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നതാണ്. ശരിക്കുള്ള അന്നത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് സ്റ്റോക്ക് സ്പ്ലിറ്റും അങ്ങനെ ഫേസ് വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു കമ്പനി വളരുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് പ്രൈസ് വളരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും. അത് അന്ന് 450 രൂപ ആയിരുന്നു സ്റ്റോക്ക് പ്രൈസ് എന്നെങ്കിൽ ഇന്ന് 6,000 രൂപയായിരുന്നിരിക്കും എത്തിയിരിക്കുക. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പ്രൈസ് ഇസ് വാട്ട് യു പേ, വാല്യൂ ഇസ് വാട്ട് യു ഗെറ്റ്. അതെന്ന് പറഞ്ഞാൽ വാരൻ ബഫറ്റിൻ്റെ ഒരു കോട്ടാണ്. ശരിക്കും അതെന്താണെന്ന് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു HDFC ബാങ്കിൻ്റെ കേസ് തന്നെ. ആ ബാങ്ക് 2008 2,250 crores ആണ് ഏൺ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളപ്പം അന്ന് സ്റ്റോക്ക് പ്രൈസ് 450 രൂപയായിരുന്നെങ്കിൽ അന്ന് നമ്മൾ പേ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ആനുവൽ പ്രോഫിറ്റിൻ്റെ 20 times ആണ്. സോ നമുക്ക് ഓൾറെഡി HDFC ബാങ്കിൻ്റെ പെർഫോമൻസും ട്രാക്ക് റെക്കോർഡും അറിയാവുന്ന ഒരാൾക്ക് മേ ബി അസ്യൂം ചെയ്തിട്ടുണ്ടായിരിക്കും ആ ബാങ്ക് വീണ്ടും 30% ഗ്രോ ചെയ്യുന്നുള്ളത്. കാരണം അത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ 2008 വരെ 30%-ലാണ് ആ കമ്പനി വളർന്നുകൊണ്ടിരുന്നത്. സോ 2008 450 rupees പർച്ചേസ് ചെയ്യുന്ന ഒരാൾ ആ സമയത്തും അസ്യൂം ചെയ്യുക
വിചാരിക്കും ഈ കമ്പനി ഇനിയും എന്തുകൊണ്ട് വളർന്നുകൂടാന്നുള്ളത്. സോ അങ്ങനെയാണ് അയാൾ 450 രൂപയ്ക്ക് ആ ഷെയർ പർച്ചേസ് ചെയ്യുന്നത്. സോ ആ 450 അപ്പം പുള്ളി ഉദ്ദേശിച്ച പോലെ തന്നെ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കമ്പനി വളർന്നുണ്ടായിരുന്നു. ഇപ്പം 30% എന്നുള്ളത് 20% സംതിങ് അറൗണ്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിൽ കമ്പനി വളർന്നിട്ടും സ്റ്റോക്ക് പ്രൈസ് അതിനനുസരിച്ച് കയറിയത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റോക്ക് പ്രൈസ് കയറാൻ കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് വളർന്നുകൊണ്ട് മാത്രമാണ്. ഞാനിപ്പം HDFC ബാങ്കിൻ്റെയും ഒരു റബ്ബർ പ്ലാന്റേഷൻ്റെയും എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസിൻ്റെ കാര്യം. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റണം അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ കൊടുക്കുന്ന പ്രൈസ് എന്തിനാണെന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുടെ ഉപദേശം തേടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തന്നെ സെൽഫായിട്ട് അസസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസ് ഫെയർ ആണോ അല്ലയോ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ പേ ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് റിസ്ക് എന്താണെന്നുള്ളത്. സ്റ്റോക്സിൻ്റെ ഫെയർ പ്രൈസിനെ കുറിച്ചും വാല്യൂഷനെ കുറിച്ചും ആക്ച്വലി കൂടുതൽ പറയാനുണ്ട്. അത് ഞാൻ എൻ്റെ അപ്കമിങ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ ബിഗിനേഴ്സ് പറഞ്ഞൊരു വീഡിയോ കൂടി നിങ്ങൾ കാണുക. അതിൽ ഞാൻ പുണ്യാളൻ അഗർബദീസ് എന്ന് പറഞ്ഞ മൂവി ബേസ് ചെയ്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ.